അൻവർ എന്തായാലും പുതിയ മുന്നണിയുമായാണ് മത്സരരംഗത്തേക്ക് വരുന്നത്. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിലാണ് ഈ മുന്നണിയുടെ പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നത്. അരുൺ അമർനാഥ് വിവരങ്ങളുമായിട്ട്. അരുൺ, പി അൻവറിന്റെ പ്രതികരണം നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇനി അദ്ദേഹം വി സതീശനോ അല്ലെങ്കിൽ UDF-ഉമായിട്ടുള്ള ഒരു സഹകരണത്തിനും തയ്യാറല്ല എന്ന് തന്നെ സൂചിപ്പിച്ചാണ് നേരത്തെയും സംസാരിച്ചത്. ഇപ്പോൾ ഇതാ പുതിയ മുന്നണി. നേരത്തെ പറഞ്ഞു ആരൊക്കെയാണ് തനിക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്ന മലയോര കർഷകരിൽ നിന്നൊരാൾ, ഓട്ടോ തൊഴിലാളികളിൽ നിന്നൊരാൾ, അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഈ മുന്നണിയിൽ ആരൊക്കെയാണ് അണിനിരക്കുന്നത്? നാമനിർദ്ദേശ പത്രിക സമർപ്പണം എപ്പോൾ? എന്തൊക്കെയാണ് അൻവറിന്റെ മുന്നിലെ നീക്കങ്ങൾ? PV അൻവർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിലമ്പൂരെ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന് പറയുന്ന JPPM എന്ന മുന്നണിക്ക് കൂടി രൂപം നൽകിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പതാക ഉൾപ്പെടെ ഈ ഒരു പ്രകടനത്തിൽ കാണുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയും കൂടി ഈ മുന്നണിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അൻവറിന്റെ റോഡ് ഷോയും ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയാണ്. അരുൺ, ശബ്ദം ക്ലിയർ ആണെങ്കിൽ പറയാം. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിലാണ് ഒരു മുന്നണി സംവിധാനവുമായി അൻവർ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നത്. അൻവറിന്റെ ഒരു മുന്നണി പ്രഖ്യാപനം കൂടി കഴിഞ്ഞ നിമിഷങ്ങളിൽ ഉണ്ടായി എന്നതാണ്. തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി. തനിക്കൊപ്പം അദാനിയോ അംബാനിയോ ഒന്നും അല്ല തനിക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുക. തൻ്റെ ഒപ്പം സാധാരണക്കാരായ മനുഷ്യരായിരിക്കും, തൊഴിലാളികളായിരിക്കും. മലയോര കർഷകരിൽ നിന്നൊരാൾ, ഓട്ടോ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച ഒരാൾ, വഴിയോര കച്ചവടക്കാരെ പ്രതിനിധീകരിച്ച ഒരാൾ, ഇവരുമായിട്ടാണ് താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുക. തൻ്റെ പോരാട്ടം താനെന്നല്ല, ഓരോ മനുഷ്യനുമാണ് തനിക്ക് വേണ്ടി ഇവിടെ പോരാട്ടത്തിന് ഇറങ്ങുന്നത് എന്നാണ് അൻവർ നേരത്തേക്ക് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അരുൺ, തുടരാം. എങ്ങനെയാണ് ഈ റോഡ് ഷോയ്ക്കുള്ള ഒരു പിന്തുണ? രണ്ടും കൽപ്പിച്ചു തന്നെ അല്ലേ? ഒളിഞ്ഞു വീഴാറായിരുന്ന എത്രയോ സ്കൂളുകൾക്ക് നമ്മൾ ഒരുപാട് കെട്ടിടങ്ങൾ നിർമ്മിച്ചു. ഈ നാടിലെ MLA ഫണ്ട് മുഴുവനും ഈ നാട്ടിലെ സാധുക്കൾക്ക് നേരിട്ട് ഉപകാരപ്പെടുന്ന ആശുപത്രികളിലും സ്കൂളുകളിലും ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന മുന്നണിക്ക് കൂടി രൂപം നൽകിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസിനൊക്കെ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ കൂടിയുള്ള ഒരു മുന്നണിയായതാണ്. ഇത്തരത്തിലൊരു മുന്നണിക്ക് കൂടി രൂപം നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. സർവ്വസജ്ജമായി തന്നെ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, അത്തരത്തിൽ PV അൻവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, വിഷയങ്ങൾ ഇതെല്ലാം ജനങ്ങളിലേക്ക് മുന്നോട്ട് വെച്ചാണെന്നാണ് PV അൻവറിന്റെ പ്രചാരണ രീതി. അത്തരത്തിലുള്ള പ്രചാരണത്തിൽ തന്നെയാണ് PV അൻവർ ഏർപ്പെട്ടിരിക്കുന്നത്. അന്നത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ വീട്ടിൽ അൻവറിന്റെ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ് അങ്ങനെ തന്നെയായിരുന്നു. ഒരു പ്രവർത്തിക്കുക. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലേക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ജനറേറ്റർ ഇല്ലാത്ത ജില്ലാ ആശുപത്രിയായിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രി. വേനൽക്കാലത്ത് ഇവിടെ വരുന്ന രോഗികൾക്ക് പുഴയിൽ പോയി കുടവുമായി വന്ന് വെള്ളം കൊണ്ടുവരുന്ന ഗതികേടായിരുന്നു നിലമ്പൂരിനുണ്ടായിരുന്നത്. രാത്രിയിൽ കറണ്ട് പോയാൽ അവിടെ വൈദ്യുതിയില്ലാത്ത അവസ്ഥ, ആ അവസ്ഥക്ക് മാറ്റം വരുത്തിയത് ഈ PV അൻവർ എന്ന് പറയുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സഹോദരനായ ഞാൻ എന്റെ കീശയിൽ നിന്ന് 8.5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ജനറേറ്റർ വാങ്ങിക്കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ പറയുന്ന CH സെന്ററിൽ ആദ്യമായിട്ട് എന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ ഒരു മെഷീൻ നൽകിക്കൊണ്ടാണ് ഞാൻ മാതൃക കാണിച്ചത്. അതിനുശേഷമുള്ള നിലമ്പൂരിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയ നേട്ടങ്ങൾ, തന്റെ കീശയിൽ നിന്ന് പണം നൽകിക്കൊണ്ട് താൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ ജനങ്ങളോടായി പറയുന്നത്.